Dear students, welcome to Learner's World. In this video, I'm going to talk about Your Truth is the Most Powerful Tool by Oprah Winfrey, FIUGP Semester 4 SEC Commerce and Management under Calicut University. Summary of Your Truth is the Most Powerful Tool. നിങ്ങളുടെ സത്യം ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധമാണ്. ഇതിൻ്റെ സമ്മറിയാണ് ഇവിടെ പറയുന്നത്. The text Your Truth is the Most Powerful Tool is based on Oprah Winfrey's acceptance speech at the 75th Golden Globe Awards, where she received the Cecil B. DeMille Award for her outstanding contribution to entertainment and leadership. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് യുവർ ട്രൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ടൂൾ എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ സത്യം എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഒരു ആയുധമാണ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് വിൻഫ്രെ ഓപ്ര വിൻഫ്രെ ഒരു സ്പീച്ച് ഒരു ആക്സെപ്റ്റൻസ് സ്പീച്ചിൽ നടത്തിയിട്ടുള്ള ഒരു പരാമർശമാണ്. അതായത് 75th ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സിൻ്റെ സമയത്താണ് ഈ ഒരു സ്പീച്ച് നടത്തുന്നത്. അവർക്ക് കിട്ടുന്ന ഒരു ബഹുമതി എന്ന് പറയുന്നത് സെസിൽ ബി ഡിമിൽ അവാർഡ്. ആ ഒരു അതിൻ്റെ ആക്സെപ്റ്റൻസ് സ്പീച്ചിലാണ് പരാമർശിക്കുന്നത് ഈ ഒരു ടെക്സ്റ്റ് യുവർ ട്രൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ടൂൾ എന്ന് പറയുന്നത്. ഇൻ ദിസ് സ്പീച്ച് ഓപ്ര ഷെയർസ് ഹർ ലൈഫ് എക്സ്പീരിയൻസസ് ആൻഡ് എംഫസൈസസ് ദ പവർ ഓഫ് സ്പീക്കിംഗ് വൺസ് ട്രൂത്ത്. അപ്പോൾ ഈ ഒരു സ്പീച്ചിൽ ഈ ഒരു ആക്സെപ്റ്റൻസ് സ്പീച്ചിൽ അവരവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഒരാൾ സത്യം തുറന്ന് പറയുന്നത് കൊണ്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചിട്ടും അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഈ ഒരു സ്പീച്ചിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഓപ്ര ബിഗിൻസ് ബൈ റീകോളിംഗ് ഹർ ചൈൽഡ്ഹുഡ്. അപ്പോൾ ഈ ഒരു സ്പീച്ചിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓപ്ര തൻ്റെ കുട്ടിക്കാലം ഓർത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. ഷീ ടോക്സ് അബൌട്ട് വാച്ചിങ് സിഡ്നി Poitier win an Oscar in 1964, which inspired her as a young black girl. അവർ തൻ്റെ കുട്ടിക്കാലത്ത് സിഡ്നി പോയിറ്റിയർ ഓസ്കാർ 1964 വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാച്ച് ചെയ്യുന്ന സമയത്ത് വളരെ അധികം ഇൻസ്പിറേഷൻ തോന്നി. ആസ് എ ബ്ലാക്ക് ഗേൾ, ഒരു ബ്ലാക്ക് ഗേൾ എന്ന ഒരു നിലക്ക് വളരെയധികം ഇൻസ്പിറേഷൻ തോന്നി. അത് ആ ഒരു അനുഭവം പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. This moment gave her hope and showed her that success was possible despite discrimination. ഈ ഒരു മൊമെൻറ്റ്, ഈ ഒരു ഓസ്കാർ വിൻ ചെയ്ത് വാച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള ആ ഒരു നിമിഷം അവൾക്ക് വളരെയധികം പ്രചോദനം നൽകി. ഒരു പ്രതീക്ഷയായിരുന്നു ഇത്. അതുപോലെ ഏത് ഡിസ്ക്രിമിനേഷൻ, വിവേചനമുള്ള കാലത്താണെങ്കിലും സക്സസ്, വിജയം കൈവരിക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇതിലൂടെ കിട്ടി. ഓപ്ര ഹൈലൈറ്റ്സ് ഹൗ റെപ്രസെൻറ്റേഷൻ ആൻഡ് റോൾ മോഡൽസ് ക്യാൻ ഡീപ്ലി ഇൻഫ്ലുവൻസ് യങ് മൈൻഡ്സ്. അതുപോലെ ഓപ്ര ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് റോൾ മോഡൽസ് ഒക്കെ യങ് മൈൻഡ്സിന് എത്രത്തോളം പ്രചോദനം നൽകുന്നുണ്ട് എന്ന് ഇതിൽ പറയുന്നുണ്ട്. എ മേജർ തീം ഓഫ് ദ സ്പീച്ച് ഇസ് ട്രൂത്ത്. ഈ ഒരു സ്പീച്ചിൻ്റെ മേജർ തീം എന്ന് പറയുന്നത് ട്രൂത്താണ്, സത്യമാണ്. സത്യം എന്ന് പറയുന്നത്, സത്യം വിളിച്ച് പറയുന്നതിലൂടെ അത്രയും ശക്തമായിട്ടുള്ള ഒരു ആയുധമില്ല എന്നാണ് പറയുന്നത്. ഓപ്ര സ്ട്രോങ്ലി ബിലീവ്സ് ദാറ്റ് സ്പീക്കിംഗ് ദ ട്രൂത്ത് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പവർ എ പേഴ്സൺ ക്യാൻ ഹാവ്. ഓപ്ര വിശ്വസിക്കുന്നത് സത്യം വിളിച്ച് പറയുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേറ്റസ്റ്റ് പവർ എന്ന് പറയുന്നത്. ഷീ പ്രൈസസ് women who bravely shared their stories of harassment and abuse, especially in the context of the Me Too and Time's Up movements. അവർ അതായത് പ്രൈസ് ചെയ്യുന്നുണ്ട്, പുകഴ്ത്തുന്നുണ്ട്. അതായത് ചില സ്ത്രീകൾ ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് അവരനുഭവിച്ച ഹറാസ്മെൻറ്റ്, സെക്ഷൽ അസോൾട്ട് ഇതൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, സത്യം വിളിച്ച് പറയുന്നുണ്ട്. മീ ടു, ടൈംസ് അപ്പ് തുടങ്ങിയിട്ടുള്ള മൂവ്മെൻറ്റ്സിലൂടെ അതിനെയൊക്കെ അവർ പ്രൈസ് ചെയ്യുന്നുണ്ട്. She explains that many women suffered in silence for years because they had no support or voice. അതോടൊപ്പം തന്നെ അവർ പറയുന്നുണ്ട് ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും വളരെ മൗനമായിട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം വർഷങ്ങളായിട്ട് അവർ അനുഭവിക്കുന്ന സെക്ഷൽ അസോൾട്ട്, ഹരാസ്മെൻറ്റ് ഇതൊക്കെ ഇപ്പോഴും അവർ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊരു ബാക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വോയിസ് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ബൈ സ്പീക്കിംഗ് ഔട്ട് ദേ നോട്ട് ഹെയിൽ ദംസെൽസ് ബട്ട് ഓൾസോ എംപവേർഡ് അതേഴ്സ്.
സത്യം വിളിച്ചു പറയുന്നതിലൂടെ ഒരു പക്ഷേ നമുക്ക് ഏറ്റിട്ടുള്ള മുറിവ് ഉണക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. പക്ഷേ അതിലൂടെ നമ്മളിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ടാവും. അതായത് നമ്മളിൽ പ്രചോദനം കിട്ടിയിട്ടുള്ള ഒരുപാട് ആളുകളെ നമുക്ക് ശാക്തീകരിക്കാൻ കഴിയും. ഓപ്ര ഓൾസോ ഹൈലൈറ്റ്സ് ദ ട്രാജിക് സ്റ്റോറി ഓഫ് റെസി ടൈലർ, എ ബ്ലാക്ക് വുമൻ ഹു വാസ് അബ്ഡക്റ്റഡ് ആൻഡ് സെക്ഷലി അസോൾട്ടഡ് ഇൻ 1944 ബട്ട് ഡിനൈഡ് ജസ്റ്റിസ് ബിക്കോസ് ഓഫ് റേഷ്യൽ പ്രെജുഡൈസ്. പിന്നീട് ഒരു ഇൻസിഡൻറ്റ് ഇതിൽ പറയുന്നുണ്ട്. അതായത് ഒരു ട്രാജിക് സ്റ്റോറി. റെസി ടൈലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലാക്ക് വുമൺ ഉണ്ടായിരുന്നു, ഒരു കറുത്ത വർഗ്ഗക്കാരി. അവരെ 1944 അവരെ സെക്ഷലി അസോൾട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് നീതി കിട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ റേഷ്യൽ പ്രജറൈസ്, വംശീയപരമായിട്ടുള്ള മുൻവിധി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് നീതി നിഷേധിച്ചു. By recalling this incident, Oprah connects past injustices with present struggles and shows how long women, especially black women, have fought to be heard. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഓർത്തുകൊണ്ടാണ് ഒപ്ര പറയുന്നത്. ഒപ്ര കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് പാസ്റ്റിലുള്ള അനീതിയും, അതായത് കഴിഞ്ഞ കാലങ്ങളിലുള്ള അനീതിയും ഇന്നത്തെ കാലത്ത് ഈ ഒരു നീതിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ, എസ്പെഷ്യലി ബ്ലാക്ക് വുമൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, പോരാടുന്നുണ്ട്. അതുമായിട്ട് കണക്ട് ചെയ്തു. ഷീ എക്സ്പ്രസസ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ജേർണലിസ്റ്റ് ആൻഡ് മീഡിയ ഫോർ അൺകവറിങ് ദ ട്രൂത്ത് ആൻഡ് സ്റ്റാൻഡിങ് അഗൈൻസ്റ്റ് കറപ്ഷൻ ആൻഡ് ഇൻജസ്റ്റിസ്. അതുപോലെ ജേർണലിസ്റ്റിനോട് എസ്പെഷ്യലി അതായത് മീഡിയനോടൊക്കെ നന്ദി അറിയിക്കുന്നുണ്ട് ഓപ്ര. കാരണം അവരാണ് സത്യം പുറത്തു കൊണ്ടുവരാൻ ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടത്. അതുപോലെ അഴിമതി, അനീതി ഇതിനൊക്കെ എതിരെ വിളിച്ചു പറയുന്നത് മീഡിയ ജേർണലിസ്റ്റാണ്. ഓപ്ര ബിലീവ്സ് ദാറ്റ് ട്രൂത്ത് ലീഡ്സ് ടു കമ്പാഷൻ, യൂണിറ്റി ആൻഡ് സോഷ്യൽ ചേഞ്ച്. ഓപ്ര വിശ്വസിക്കുന്നത് സത്യം ഒരു കരുണയിലേക്കും യൂണിറ്റിയിലേക്കും ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു മാറ്റത്തിലേക്കൊക്കെ നയിക്കുന്നുണ്ട് സത്യം വിളിച്ചു പറയുന്നതിലൂടെ. ഇൻ കൺക്ലൂഷൻ, ഓപ്രാസ് മെസ്സേജ് ഈസ് ക്ലിയർ. വെൻ പീപ്പിൾ സ്പീക്ക് ഓണസ്റ്റ്ലി അബൌട്ട് ദെയർ എക്സ്പീരിയൻസസ് ദേ ക്രിയേറ്റ് ചേഞ്ച്. ഈ ഒരു ടെക്സ്റ്റ് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓപ്രയുടെ മെസ്സേജ് വളരെ ക്ലിയറാണ്, വ്യക്തമാണ്. അവർ പറയുന്നത് നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ വിളിച്ചു പറയുന്ന സമയത്ത്, സത്യം വിളിച്ചു പറയുന്ന സമയത്ത്, നമ്മുടെ ജീവിതാനുഭവങ്ങളെ കുറിച്ചിട്ട് സത്യം വിളിച്ചു പറയുന്ന സമയത്ത് അവിടെ സാമൂഹികപരമായിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നുണ്ട്. നമുക്കവിടെ നീതി കിട്ടുന്നുണ്ട്. നമ്മൾക്ക് നമ്മുടെ മുറിവ് ഉണക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും നമ്മളെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾക്ക്, ഇതുപോലെ സഫർ ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് ഇതൊരു പ്രചോദനമാകുന്നുണ്ട്, ഇതൊരു എംപവേർഡ് ആകുന്നുണ്ട്, ഇതൊരു ശാക്തീകരണമായി മാറുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. ട്രൂത്ത് ഗേവ് സ്ട്രെങ്ത്, ബിൽഡ്സ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻസ്പയർസ് എ ബെറ്റർ ഫ്യൂച്ചർ. സത്യം എന്ന് പറയുന്നത് നമുക്ക് ശക്തി നൽകുന്നുണ്ട്, ഒരു അണ്ടർസ്റ്റാൻഡിങ് ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്, ഒരു ബെറ്റർ ഫ്യൂച്ചർ നമുക്ക് നൽകുന്നുണ്ട്. ആ സ്പീച്ച് മോട്ടിവേറ്റ്സ് ഇൻഡിവിജ്വൽസ് ഒതൻറ്റിക് ആൻഡ് ഫിയർലെസ് ഇൻ ഷെയറിങ് ദെയർ സ്റ്റോറീസ്. അവരുടെ ഈ ഒരു സ്പീച്ച് വ്യക്തികൾക്ക് പ്രചോദനം നൽകുന്നുണ്ട്. അതായത് പേടിയില്ലാതെ തൻ്റെ അനുഭവങ്ങൾ, തൻ്റെ കഥകൾ വിളിച്ചു പറയാൻ, തൻ്റെ സത്യങ്ങൾ, താൻ അനുഭവിച്ച സഫറിങ്സ് വിളിച്ചു പറയാൻ ഒരു പ്രചോദനം കിട്ടുന്നുണ്ട് എന്നാണ്